ഫ്രണ്ടില് അറബി നല്ല ടാഗ് കിട്ടുന്നു. ഓ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു 1 HP. ഓ അറബി അവിടെ നേരെ പോയി കയറുന്നത് ആരെടുത്തോട്ടാണ്? എടുത്തോട്ട് അറബി പോയി. അറബി നോക്കി അവിടെ പോയി. ഓ അറബി പാഗ്യാനോ ഒരു നോക്ക് എടുക്കുന്നു അവിടെ. പക്ഷെ തിരിച്ചവിടെ ഒരാളൂടെ നോക്കായിട്ടുണ്ട്. ഇവിടെ മുട്ടൻ ഫൈറ്റ് KP വേഴ്സസ് അറബി നടക്കുന്നു. അലക്സ് ഡെൻവോറിനെ പുറകിന്ന് നല്ല TJ നല്ല അടി അടിക്കുന്നുണ്ട്. TJ അവിടെ അലക്സ് ഡെൻവോറിനെ അടിച്ചിടുന്നു. അലക്സ് ഡെൻവോർ അല്ലല്ലോ, സെൻഡെക്സ് സോറി തെറ്റിപ്പോയതാണ്. അവിടുന്ന് വന്നതായതുകൊണ്ട് ഉള്ളൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, എന്റെ മിസ്റ്റേക്കാണ്. അറബി വേഴ്സസ് KP. ഓ നല്ല 2 നോക്ക്. ചാർലിയുടെ നല്ല 2 നോക്ക്. നല്ല 2 നോക്ക് അവിടെ. TJ കൊണ്ട് സെയിം സൈഡ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അറബി ചാർലി മാക്സിമം കില്ലുകളൊക്കെ സെക്യൂർ KP. TJ അവിടെ അറബിയെ പുഷ് ചെയ്യുന്നു. TJ വേഴ്സസ് അറബി നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കറക്റ്റ് ടൈമില് ഇവിടെ വഴി വെട്ടി ബാക്കിലോട്ട് വലിയാണ്. അവർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഫൈറ്റ് എടുക്കാനുള്ള ഒരു ഇതിലല്ല, പക്ഷേ ടേബിളില് പൊസിഷൻ പിടിച്ചു കൊടുക്കാനാണ്. ഇനി എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നോക്കാം. ലെറ്റ്സ് സീ. നടക്കാനുള്ള ചാൻസ്. 2 ടീം റൊട്ടേറ്റ് ചെയ്തെത്തി. TJ വേഴ്സസ് അറബി. അറബി ഫാഗിയാനോ നോക്കാവുന്നു. ചാർലി നോക്കാവുന്നു. ആൻഡ് അവിടെ അറബി മാലിക് നോക്കാവുന്നു. അറബി ഷെയ്ഖ് നോക്കാവുന്നു. അറബി ബിലാൽ നോക്കാവുന്നു. ആൻഡ് അറബി മൊത്തത്തിൽ നോക്കി ഫിനിഷ് ആയി പോകുന്നു. TJ അവിടെ അറബിയെ വൈപ്പ് ചെയ്ത് വിടുന്നു. TJ ഫിനിഷിംഗ്. ടീം അറബി അവിടെ മൊത്തത്തിൽ ഇതാക്കി. 6-7 അറബി 13 കില്ലായിട്ട് 6-7 ഈ ഒരു മാച്ചിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. TJ നോക്കുവാണെങ്കിൽ TJയുടെ കില്ല് അപ്ഡേറ്റ് ആയിട്ടില്ല. TJയുടെ കില്ല് നമുക്ക് നോക്കാം. TJയുടെ കില്ല് 4 തന്നെയാണോ ഇപ്പോഴും? അല്ലല്ലോ, 11 മോസ്റ്റ്ലി. സോ TJ വിത്ത് 11 കില്ലായിട്ടുണ്ട്. 6-7 അറബി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന 13 കില്ലായിട്ട്. സോ പറഞ്ഞ പോലെ തന്നെ ആ മോട്ടൽ ഏരിയോട്ടാണ് വരുന്നത്. മോട്ടൽ ഏരിയ ആണെങ്കിൽ എന്തായാലും നമ്മുടെ RDR അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട് RDR ഈ ഒരു ഏരിയയിൽ വെറുതെ ട്രിഗേഴ്സ് ഡിസിപ്ലിൻ ചെയ്ത് ഇവിടെ പണി കിട്ടിയൊരു ടീമാണ്. സോ ഇത്തവണ TJ വരുമ്പോൾ TJ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TJ ടാഗ് ചെയ്യാൻ നോക്കുന്നുണ്ട് RDRനെ. സോ ലെറ്റ്സ് സീ എന്താകുമെന്ന്. ഫൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ജെറി എല്ലാം അടിച്ചത് വേറൊരു പയ്യനാണ് അടിച്ചത്. എന്തായാലും ഇവിടെ ഒരു ഫൈറ്റ് വരെ നല്ല ചാൻസ് ഉണ്ട്. TJ മുന്നോട്ട് കയറി വരുന്നു. TJ അടിക്കാൻ തന്നെയാണ് അവരുടെ ഒരു പ്ലാൻ. സോ TJ വേഴ്സസ് RDR ആണ് നമ്മൾ കാണാൻ പോകുന്നത്. RDR പാടത്തതുപോലെ തന്നെ പഴയതുപോലെ തന്നെ അടുത്ത ബിൽഡിങ്ങിലോട്ട് അവർ കയറിയിട്ടുണ്ട്. സോ TJക്ക് ഒരു ഇനഫ് ഓപ്പണിംഗ് അവിടെ കിട്ടിയിട്ടുണ്ട്. TJ ആ ഒരു ബിൽഡിംഗ് പുഷ് ചെയ്ത് കയറാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. TJ മോട്ടൽ ബിൽഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞു. ആൻഡ് ഇനി അവരവിടെ കൺട്രോൾ എടുക്കുക എന്നുള്ളത് ടാർഗറ്റിലാണ്. TJ മുന്നോട്ട് തന്നെ പുഷ് ചെയ്ത് നിൽക്കും. പക്ഷേ ലെഫ്റ്റ് ആംഗിൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറാനുള്ള പ്ലാനാണ് TJയുടെ. സ്റ്റെയർ വഴി ഒരുമിച്ച് അവർ മേളിലോട്ട് കയറുന്നുണ്ട്. ആൻഡ് TJ വേഴ്സസ് RDR നമുക്ക് നോക്കാം. RDR എന്തായാലും ആ ഒരു ഏരിയയിൽ എന്തായാലും ഒരുമിച്ചല്ല, 2 സ്ഥലത്ത് പല സ്ഥലത്താണ് നിൽക്കുന്നത്. അർമുഖനും പിന്നെ വേറെ പേരും എല്ലാം വേറെ സൈഡിലായിട്ട് നിൽക്കുന്നത്. കുറച്ച് പേര് മാത്രമാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അത് അവർക്ക് പണിയാവോ നമുക്ക് കണ്ടറിയാം. എന്തായാലും TJയെ താഴോടെയും മേളോടെയും എല്ലായിടവും പുഷ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ഒരു ഫൈറ്റിന് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും വേണ്ടിട്ട് വെയിറ്റ് ചെയ്യൂ. RDRലെ എമ്മ ഈ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. എമ്മയുടെ ലെഫ്റ്റില് സോ കേറുന്നുണ്ട്. RDR വേഴ്സസ് TJ ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. TJ ജെറി എല്ലാ ചാൻസും ഉണ്ട്. ജെറി അവിടെ നോക്കാക്കിയോ? ഇല്ല, ജെറിയെ നോക്കാക്കി. ജെറിയെ അവിടെ റോബ് ലൂക്കി അവിടെ നോക്കാക്കി. ഇവരെല്ലാരും ഗണ്ണെടുക്കുന്നതേ ഉള്ളൂ. പുഷ് ചെയ്ത് വരുന്നത് കണ്ടില്ലെന്ന് തോന്നുന്നു. ആൻഡ് ജോസൂട്ടി അവിടെ നോക്ക് എടുക്കുന്നു. കൊമ്പൻ അവിടെ നോക്ക് എടുക്കുന്നു. റോബ് ലൂക്കി അവിടെ നോക്കുന്നു. സേവിയർ അവിടെ നോക്ക് എടുക്കുന്നു. TJയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പുഷ്, നല്ലൊരു അഗ്രസീവ് പുഷ് ഫ്രം TJയെ. RDRലെ വളരെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. TJയുടെ സൈഡിൽ നിന്ന് ഒരു അഗ്രസീവ് ഗെയിം പ്ലേ ആണ് നമ്മൾ ഈ ഒരു TJയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മാച്ച്. നമുക്ക് നോക്കാം. TJയെ രുദ്ര അർമുഖന്റെ കൂടെ പോയിരിക്കുവാണ്. നമ്മള് പോണെങ്കിൽ ഒരുമിച്ചത് പറഞ്ഞു. അഖിൽ ജോഡ് വന്നൊരു നോക്കിട്ടു. ഒരു നോക്കിട്ടു.
അഖിൽ ജോഡ് രണ്ടാമത്തെ നോക്ക് കിട്ടു. അല്ലല്ല, ജോഡക്സ് പിക്കെയാണ് ലാസ്റ്റ് കിൽ എടുത്തത്. അങ്ങനെ ഒരു ടീം കൂടി എലിമിനേറ്റ് ആവുന്നു. TGA വൈപ്പിംഗ് അനദർ സ്ക്വാഡ്. ഒരു രക്ഷയില്ലാത്ത അഗ്രഷൻ ഫ്രം TGA, പറയാതിരിക്കാൻ വയ്യ. 16 കില്ലോയോട് കൂടി TGA 10 പ്ലേയേഴ്സ് എലൈവായിട്ട് നിൽക്കുന്നു. ആൻഡ് CM കുറച്ച് പൊസിഷൻ പിടിച്ച് കളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. CM ആ ഫൈറ്റ് എടുക്കാൻ വേണ്ടി പോയില്ല. TGയുടെ അടുത്ത് തന്നെ ഉണ്ട്. 16 കില്ലോട് കൂടി TGA അപ്ഡേറ്റ് ആവാനുണ്ട്. ആണോ? 19 കില്ലായിരിക്കുന്നു. TGA അങ്ങോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് സിദ്ദിഖിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. TGA വേഴ്സസ് NXT നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. TGയുടെ അടുത്തൊരു ഫൈറ്റ്. TGA വേഴ്സസ് NXT. TGA ഫസ്റ്റ് നോക്കിടുന്നു. മിന്നൽ പ്രതാപനെ അടിക്കുന്നു. TGയുടെ സൈഡിൽ നിന്ന് അടുത്തൊരു നോക്കൂടെ വീഴുവോ? ആദം ജോണിനെ അവിടെ നോക്കാക്കുന്നു. TGA മാലിക്ക് അടുത്തൊരു നോക്കിടുന്നു. TGയുടെ സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രഷൻ. അടുത്തൊരു നോക്കോടെ ഫിനിഷ് ചെയ്യുന്നു. റോബ്ലോക്ക് ഗ്രിം ജോസൻ TGA അടുത്തൊരു നോക്കിടുന്നു. പ്ലെയർ ഡിസഡ്വാൻറ്റേജ് നല്ലതുപോലെ നെക്സൺ സിൻഡിക്കേറ്റിനാണ് പ്ലെയർ ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. TGA അടിക്കുക എന്നുള്ള രീതിയിലാണ് ഓപ്പണിൽ ADS വെച്ച് വരുന്നത്. ജോസൂട്ടി അടുത്തൊരു നോക്കിടുന്നു. സേവിയർ അവിടെ നോക്കാവുന്നു. TGA റോബ്ലോക്ക് എടുത്ത് നോക്കിടുന്നു. അഖിൽ ജോർഡൻ നോക്കിടുന്നു. TGA സുരേഷ് വരെ നോക്കിടുന്നു. TGA റോബ്ലോക്ക് അവിടെ നോക്കിടുന്നു. ഒരു 2 പ്ലേയേഴ്സ് മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. നെക്സൺ സിൻഡിക്കേറ്റിൽ ഒരു പ്ലെയർ മാത്രമോ 1-2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പ്ലെയറോടെ ബാക്കി നെക്സൺ സിൻഡിക്കേറ്റില്. ലാസ്റ്റ് പ്ലെയർ TGA അടുത്ത 10 കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു തോന്നുന്നു. നെക്സൺ സിൻഡിക്കേറ്റിന് വേണ്ടിയിട്ട് റാഡൻ സ്റ്റാർക്ക് അവിടെ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നു. പക്ഷേ സ്റ്റോൺ ഔട്ടിൽ മരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, സ്റ്റോൺ ഔട്ടിൽ മരിക്കുന്നതിന് മുമ്പ് ഏറി മേളിൽ പോകാനുള്ള സെറ്റപ്പ് നോക്കുന്നു. TGA സുരേഷ് അവിടെ ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. TGA സെക്യൂറിംഗ് അനദർ 10 കിൽസ്. ആൻഡ് TGA നോക്കുവാണെങ്കിൽ 23 എന്നുള്ളത് അപ്ഡേറ്റ് ആയി കാണോ? ഇല്ലല്ലോ, ഡിസ്കോഡില്ല. ഞാനും വിചാരിച്ചു അപ്ഡേറ്റ് ആയോ? TGA 29 കില്ലായിരിക്കുന്നു. TGA വിത്ത് 29 ഫ്രാഗ്സ്. എന്റെ അമ്മോ, 29 കില്ല് TGA എടുത്തിരിക്കുന്നു. CMന്റെ കില്ലുകളെല്ലാം TGA ആണ് ഈ വട്ടം ഓടി നടന്നെടുക്കുന്നത്. ഇതിവിടെ തന്നെ നോക്കുവാണെങ്കിൽ ചോട്ട മുംബൈ പിറകെ എത്തിയിട്ടുണ്ട്. പക്ഷെ 2 കണ്ടിട്ടുണ്ട്. ചോട്ട മുംബൈ കണ്ടിട്ടുണ്ട്. TGA ആയിട്ടൊരു ഫൈറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടി പൊട്ടിട്ടുണ്ട്. എന്തായാലും TGA നിർത്താതെ തന്നെ അവര് പ്ലാനോടെ എവിടെയോ പോയി നിൽക്കാനുള്ള പരിപാടിയാണ്. TGA വേഴ്സസ് CM ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട് ഓൾറെഡി. അവർ ഓപ്പണിൽ വരുവാണ്. ഇവര് റിഡ്ജ് കവർ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അവിടെ ഗ്രിംഷോ നോക്കാനുള്ള ചാൻസും. CM അവിടെ ഫസ്റ്റ് നോക്ക് ഇരിക്കുന്നത്. CMന്റെ സൈഡിൽ നിന്ന് ഒരു ഫസ്റ്റ് നോക്ക്. CMന്റെ സൈഡ്. CM നല്ല ഓപ്പണിലാണ്. ഓപ്പണിലിരുന്ന് റഷ് ചെയ്യുന്നു. പക്ഷെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. TGയുടെ ഒരു പ്ലെയറിനെ അവർ ഫിനിഷ് ചെയ്ത് കളയുന്നു. നല്ല ടാഗ് കിട്ടുന്നു CMന്. അവർ ഫിനിഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. 9v10. ആൻഡോളക്സ് തിരിച്ചും CMന് ഒരു പ്ലെയറിനെ നോക്കിട്ടേക്കുന്നു. ഞങ്ങളുടെ ഒരുത്തിനെ അടിച്ചാൽ നിങ്ങളുടെ ഒരുത്തിനെ നമ്മൾ നോക്കിടുമെന്നുള്ള രീതിയിൽ TGA വേഴ്സസ് CM. ഈ ഗ്രൂപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് 2 ടീംസ് തമ്മിലുള്ള ഫൈറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു 2 പ്ലേയേഴ്സിനാണ് നമുക്ക് CM പോയെന്ന് തോന്നുന്നു. നോക്കുകയാണെങ്കിൽ CM ആ ഒരു ഏരിയ വിട്ട് വീണ്ടും മാറി പൊസിഷൻ ചേഞ്ച് ആക്കാൻ നോക്കുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് കയറി വരുന്നുണ്ട്. ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജിലോട്ട് കയറി പോകാനുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ 2 ടീമും ആ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. നോക്കാം, TGA സൈഡിൽ വേറൊരു ഫൈറ്റ് നടക്കുന്നു തോന്നുന്നുണ്ട്. ബാക്കൊന്ന് കാണിക്കേണ്ടതാണ് ആ സൈഡ്. വേറെ ടീമുകൾ ഇല്ല. ഇനി ഇതും പിന്നെ KVP പിന്നെ ANBിലെ 2 പ്ലേയേഴ്സ് ഉള്ളൂ. CMലെ 2 പേര് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. CMലെ 2 പേര് അവിടെ റൈറ്റ് സൈഡിൽ ഒറ്റപ്പെട്ടു പോയി. നമുക്ക് നോക്കാം എന്തായാലും. അത് TGA കണ്ടിട്ടുണ്ട്. TGA CMനെ ആ 2 പേരെ പുഷ് ചെയ്യുന്നുണ്ട്. അടി കിട്ടുന്നുണ്ട്. നമ്മുടെ കാൽ നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. എന്തായാലും കുങ്കുളുവിന് നല്ല ടാഗോടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ആർമർ പോയിട്ടുണ്ട്. PM നോക്കുകയാണെങ്കിൽ പിറകിൽ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. TGA നല്ലപോലെ ടാഗ് ഇടുന്നുണ്ട്. TGA മാലിക്കിന് നല്ലപോലെ ടാഗ് ഇടുന്നുണ്ട്. നോക്കുന്നുണ്ട്. CM എന്റെ പിള്ളേരെ തുറന്നു പറഞ്ഞുകൊണ്ട് CM പിറകെ എത്തുന്നുണ്ട്. TGA അടുത്തൊരു നോക്കും കൂടെ ഇടുന്നു. റോബ് ലൂക്കി അവിടെ നോക്കിടുന്നു. ആൻഡ് CMന്റെ അടുത്ത പ്ലെയർ റൊട്ടേറ്റ് ചെയ്ത് അവരുടെ അടുത്തോട്ട് പോവാണ്. ഇവർക്ക് ഫൈറ്റ് ഇവിടെ കമ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. 2 ടീം ഓപ്പണിൽ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നു. ജോസൂട്ടി അവിടെ നോക്കിടുന്നു. ജോസൂട്ടി അവിടെ നോക്കിടുന്നു. നോക്കി കഴിഞ്ഞാൽ അടുത്ത നോക്കുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നില്ല. റോബ് ലൂക്കി അവിടെ നോക്കിടുന്നു CMനെ.
ടിജിയുടെ സൈഡിൽ നിന്ന് സുരേഷ് നോക്കിടുന്നു, അഖിൽ ജോർഡൻ നോക്കിടുന്നു ടിജിക്ക് വേണ്ടിട്ട്. TM അഖിൽ ജോർഡൻ അടുത്തൊരു നോക്കിടുന്നു, അഖിൽ ജോർഡൻ കില്ല് ഫിനിഷ് ചെയ്യുന്നു. അഖിൽ ജോർഡൻ അടുത്തൊരു നോക്കൂടി ഇടുന്നു വീണ്ടും. ഓ CM ഒരു പ്ലെയർ മാത്രം ബാക്കി, CM ഒരു പ്ലെയർ മാത്രം ബാക്കി. രണ്ടുപേരാണോ? ഓ CM വൈപ്പായോ? ഇല്ല, രണ്ടുപേരും കൂടെ ഉണ്ട്. TM 2 പ്ലേയേഴ്സ് കൂടെ ബാക്കി. TGA pushing CM. ഒരാൾ ഓൾറെഡി കാട്ടി കയറി. അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റവൻ. ഓ അടുത്തൊരാളെ കൂടെ TJ മാലിക് അവിടെ നോക്കാക്കുന്നു. ആ ഒരു ചെടിയിലൊരു ഇതാണ് ഒരു. ഓ കണ്ടവൻ കാണാം, അത് വീഴ്ചയിൽ കാണാം അവിടുന്ന്. CM-നെ എലിമിനേറ്റ് ആക്കി വിടുന്നു TGA. So TGA pushing KVP. TGA versus KVP. KVP യുടെ ഒരുത്തും പിണങ്ങിപ്പോയി അവൻ. KVP TGA 2 നോക്കിട്ടിരിക്കുന്നു. സുരേഷ് റോബ്ലോക്ക് അവിടെ നോക്കിടുന്നു, ജോസൂട്ടി അടുത്ത് നോക്കിടുന്നു, സേവിയർ അടുത്ത് നോക്കിടുന്നു TGAക്ക് വേണ്ടി. ഒഷാഡോ അടുത്ത് 4 നോക്കിടുന്നു. അതിന് ഒരു പ്ലെയർ മാത്രം ബാക്കി. KVP മൈക്കിൾ മാത്രം ബാക്കി. മൈക്കിൾ മരമായി. പോയിന്റ് ടേബിൾ കിട്ടാൻ വേണ്ടിയായിരിക്കും. മൈക്കിൾ മരമായിട്ടുണ്ട്. 3 ടീമുകൾ മാത്രം ബാക്കി. 12 പ്ലേയേഴ്സ്. ഇവിടെ 2 പോച്ച, അവിടെ 1 പോച്ച. അവര് പണിയിൽ കേറിട്ടുണ്ട്. വെടിവെച്ച് കാണിച്ചു കൊടുത്തു. ഓക്കെ, വെടിവെക്കുന്നുണ്ട്. ഇവിടുന്ന് വെടിവെക്കുന്നു. ANBയിലെ 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. TGA വിത്ത് 43 കില്ല്. അടിക്കുന്നു. ആർക്കെങ്കിലും ഒരു പിക്ക് എടുക്കാൻ പറ്റുമോ? ഓ ഇല്ല, TGA ANBയിലെ 2 പേരെയും തീർത്തു. അങ്ങനെ നോക്കുവാണെങ്കിൽ 46 കില്ലിലേക്ക് എത്തിയിരിക്കുന്നു. 46 കില്ല്. KP മൈക്കിൾ മാത്രം ബാക്കി. സോ 46 കില്ലായിട്ട് TGA എല്ലായിടത്തും വെടിവെച്ച് നോക്കുന്നുണ്ട്. മൈക്കിളിനെ കണ്ടു. And finishing off TGA with 47 കില്ലായിട്ട് TGA ഇന്നത്തെ ലാസ്റ്റ് മാച്ച് ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് ത്രൂ ഔട്ട് ദ ടൂർണമെന്റിലെ ഹൈയസ്റ്റ് കില്ലെടുത്ത് TGA ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ഒരൊറ്റ കളിയിൽ 57 പോയിന്റ് ആണ് TGA സ്കോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ചോട്ടാ മുംബൈക്ക് ഈ ഒരു പോയിന്റ് എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിലും അതിനെ മലർത്തി അടിച്ചോട്ട് TGA വിഷയം കളി. സത്യം പറയാലോ, വിഷയ കളി. സോ TGA നോക്കുവാണെങ്കിൽ Ash1 with 47 കില്ലായിട്ട് TGA 57 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. കാട്ടാക്കട ബോയ്സ് Ash5 ആണ് പോയിന്റ്. അത് പറയാൻ വിട്ടുപോയി. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലെയർ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ TGA റോബ് ലൂസിയാണ് 11 കില്ലോടാണ് നിൽക്കുന്നത്. വിഷയം കളി. 11 കില്ലോ. അതെ, 11 കില്ലോടെ MVP. സിനെ നോക്കുകയാണെങ്കിൽ TGA മാലിക് 7 കില്ല്, TGA അഖിൽ ജോഡ് 5 കില്ല്, TGA സുരേഷ് 5 കില്ല്, പിന്നെ അറബി ചാർലി ആണെങ്കിൽ 4 കില്ല്, TGA ജോസൂട്ടി 4 കില്ല്, TGA ഗ്രിം ജോ 4 കില്ല്, TGA കൊച്ചു കുഞ്ഞ് 4 കില്ല്, പിന്നെ KBC തല 4 കില്ല്, KBC ടോബി 3 കില്ല്, തല 3 കില്ലായിരുന്നു. അതേപോലെ അറബി ഫഗിയാനോ 3 കില്ല്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിഷയം കളി, ഒരു രക്ഷയില്ലാത്ത കളി, ഒന്നും പറയാനില്ല. ആൻഡ് നമ്മുടെ TGAയുടെ ഒരു മെമ്പറിനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. 2 പേര് വന്നിട്ടുണ്ട്. ഓ ജോസൂട്ടി കൊമ്പ പറഞ്ഞോ. നമസ്കാരം. എന്താണ് ഇവിടെ പറയുന്നത്? എന്താ മാച്ച് എക്സ്പീരിയൻസ്? നിങ്ങളുടെ മാച്ച് പ്ലാൻസ് ഒക്കെ വർക്കായോ? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ആക്ച്വലി ഫസ്റ്റത്തെ 2 കളിയിലാണ് ഇറങ്ങി. അപ്പൊ നമുക്ക് അങ്ങനെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ചുരുക്കമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ മിഡിൽ ഇറങ്ങി കളിക്കാന്ന് വിചാരിച്ചു. ആ കളിയിൽ അത്യാവശ്യം നമുക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. സോ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ, ഒരു സിംഗിൾ മാച്ചിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്തത് നിങ്ങളാണ്. അത് ആക്ച്വലി നമ്മൾ കില്ലെടുക്കാൻ വേണ്ടി മാത്രം ഈ കളി കളിച്ചത്. നമ്മള് രണ്ടാമത്തെ കളി നമുക്ക് കുറച്ച് ഇതായി പോയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കളി 36 പോയിന്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു CM ആയിട്ട്. അപ്പൊ പിന്നെ അത് എന്തായാലും നമുക്ക് കയറ്റണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ നമ്മള് മിഡിലേക്ക് ഇറങ്ങി നമ്മൾ കളിച്ച ഫൈറ്റ് എടുത്ത്.
ഓ എന്തായാലും കിടിലം കളി, ഒരു രക്ഷയില്ല. അപ്പൊ സെമി ഫൈനലിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കളിക്കാൻ പറ്റട്ടെ. വിഷിംഗ് വെരി ഓൾ ദ ബെസ്റ്റ് ഫോർ ദ അപ്കമിങ് മാച്ചസ്. താങ്ക് യു ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഇവിടെ അവർക്ക് വന്നിട്ട് പറയാനായിട്ട് തന്നെ ഒരു കറക്റ്റ് ഒരു പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതെ ഗുഡ് ജോബ്. അതെ